ഹലോ, വെൽക്കം ടു സയൻസ് കിച്ചനറ്റ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചായക്കടകളിലൊക്കെ കിട്ടുന്ന ഒരു നാടൻ പലഹാരമായ ബ്രെഡ് പൊരിച്ചതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ തന്നെ ബ്രെഡ് പൊരിച്ചത് തയ്യാറാക്കാം. ആദ്യമേ നമുക്ക് ഇതിലേക്ക് വേണ്ട മാവ് തയ്യാറാക്കാം. അതിനായിട്ട് 1 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി. അരിപ്പൊടി ചേർക്കുന്നത് ബ്രെഡ് പൊരിച്ചതിന് ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയാണ്. ഇതിലേക്ക് 2 പിഞ്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ എള്ള്, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1 പിഞ്ച് അയമോദകം. അയമോദകം ഇല്ലെങ്കിൽ നല്ല ജീരകം ചേർത്താലും മതി. അയമോദകം ഒരു വ്യത്യസ്ത രുചി തന്നെ നൽകും. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. അതിനുശേഷം പാകത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി നമുക്ക് ഓരോരോ ബ്രെഡുകളായി മാവിൽ ഇതുപോലെ മുക്കി പൊരിച്ചെടുക്കാം. എണ്ണയുടെ ചൂട് ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ബ്രെഡ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി ഇത് നമുക്ക് തിരിച്ചും മറിച്ചുവിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ബ്രെഡ് പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാ ബ്രെഡും നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത് നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന ഒരു നാടൻ ചായക്കട പലഹാരം തന്നെയാണ്. അപ്പോൾ ഇതൊരു ചൂട് ചായക്കൊപ്പം കഴിച്ചു നോക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.